ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്ന മന്ത്രി സജി ചെറിയാൻ. തന്റെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവിൽ അപ്പീൽ പോകുമെന്നും മന്ത്രി. ധാർമ്മികമായ തെറ്റില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും സജി ചെറിയാൻ. വിഷയം സജി ചെറിയാൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചെന്നും സൂചനയുണ്ട്. 2022 ജൂലൈ 3 മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നുവെങ്കിലും തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി വന്നത്. അപ്പീൽ പോകും. ധാർമ്മിക പ്രശ്നമില്ലെന്നും സജി ചെറിയാൻ പറയുന്നു. കേസിന്റെ മറ്റു ഉള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല കോടതി പോയി. അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്തത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. സ്വാഭാവികമായിട്ട് എന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു, കേട്ടില്ല. അത് കേൾക്കാത്തത് തെറ്റുമില്ല. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിനൊക്കെ അധികാരമുണ്ട്. അപ്പൊ എനിക്ക് തുടർ നിയമ നടപടി സ്വീകരിക്കാൻ ഇനി അവകാശമുണ്ട്. ഹൈക്കോടതി പരിശോധിച്ചത് പോലീസ് റിപ്പോർട്ട് മാത്രം. പ്രസംഗത്തിന്റെ മറ്റുള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ല. കോടതി പറഞ്ഞതുപോലെ പോലീസ് അന്വേഷണം നടത്തട്ടെ എന്നും സജി ചെറിയാൻ പറഞ്ഞു. ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, അതുകൂടെ അന്വേഷിക്കണം. നാളെ കോടതി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു. അന്വേഷിക്കട്ടെ. ഞാനിപ്പോൾ ഇതിനകത്ത് കക്ഷിയല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ വിഷയത്തെ കുറിച്ചല്ലല്ലോ ചർച്ച വന്നത്, അന്വേഷണത്തെ കുറിച്ചാണല്ലോ ചർച്ച വന്നത്. എന്റെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കക്ഷിയാണ്. രാജിയില്ലെന്നാണ് സജി ചെറിയാന്റെ ആദ്യ നിലപാടെങ്കിലും പാർട്ടിയും മുഖ്യമന്ത്രിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമാവുക. 2022 ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സജി ചെറിയാൻ രാജിവെച്ചത്. അധികാരത്തിൽ തിരിച്ചെത്താൻ കാരണമായ പോലീസ് റിപ്പോർട്ട് തന്നെ കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ വീണ്ടും രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ ശക്തമാകും. ജനം, തിരുവനന്തപുരം.